നോക്കണം നിങ്ങൾ. ഞാൻ പറഞ്ഞത് എന്താ, ആ 5 വക അതിലുള്ള 5 മൗലിദുകൾ അത് മർക്കസിൽ നിന്ന് അച്ചടിച്ച് സഹിയാക്കി അച്ചടിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന് തകരാറില്ല എന്ന് ഉറപ്പാണ്. ബാക്കിയുള്ളത് പരിശോധിച്ച ശേഷമേ, ആരെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ നമുക്കതിൽ വാദപ്രതിവാദം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കാണുന്നതൊക്കെ ഞങ്ങൾ വാദപ്രതിവാദം റെഡി എന്ന് പറയണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ സംവാദ വ്യവസ്ഥക്ക് വന്നെങ്കിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ച് വരുന്നവർ ചിന്തിച്ചിട്ടാണ് മറുപടി പറയുക. എന്നിട്ട് മുജാഹിദ് പറയുന്നത് എന്താ, 66 വക മൗലിദ് കിതാബ് കൊണ്ടുവന്നപ്പോ അത് സുന്നികൾ തള്ളിയിരിക്കുന്നു. ആ വാദത്തിന്റെ വേറെറുക്കുന്ന മറുപടി ഞങ്ങൾ അന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ, ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരുവിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1 ബർസഞ്ചി മൗലിദ്, 2 ബാരി അംഷാജ് മൗലിദ്, 3 ജാല മുഹമ്മദ് മൗലിദ്, 4 സിദ്ദീഖ് മൗലിദ്, 5 നഫീസത്ത് മൗലിദ്, 6 ഷാവുൽ ഹമീദ് മൗലിദ്, 7 ഷറഫുലന മൗലിദ്, 8 മങ്കൂസ് മൗലിദ്, 9 മുഹിയുദ്ദീൻ മൗലിദ്, 10 റിഫായി മൗലിദ്, 11 ബദ്ർ മൗലിദ്, 12 സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് 2 മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷറഫ് അല്ലനാം, മറ്റൊന്ന് മങ്കൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടുകൾ ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് 2 മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത 15 മൗലിദും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ. സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസ്സുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചത് കൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1 ഷറഫല്ലന മൗലിദ്, മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം, ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. കാരണം പല മൗലിദുകളിലും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്. ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. പരിശോധിച്ച ശേഷമേ പറ്റൂ.
കേട്ടില്ല നിങ്ങൾ? അപ്പൊ പരിശോധിച്ചിട്ടേ നോക്കാവൂ. കാരണം എന്തൊക്കെയാണ് മുജാഹിദ് പ്രസ്സുകളിൽ നിന്നാണ് ഇത് അച്ചടിച്ചു വിടുന്നത്. അതുകൊണ്ട് നോക്കിയിട്ടേ പറ്റുകയുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഒറ്റ മൗലിദും അഞ്ചെണ്ണല്ലാത്ത എല്ലാ മൗലിദും തള്ളപ്പെടേണ്ടതാകുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ശുദ്ധ നുണ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മുജാഹിദുകൾ. സഹോദരന്മാരെ, അവരുടെ ഈ പ്രചരണത്തിന് മറ്റൊരു കാരണം എന്താ അറിയോ? ഈ മൗലിദ് കിതാബുകളൊക്കെ അച്ചടിച്ചു വിടുന്നത് മുജാഹിദിന്റെ പ്രസ്സിലാണ്. അൽ മുർഷിദ് പ്രസ്, അതുപോലെ CH പ്രസ്സിലൊക്കെയാണ്. ഞങ്ങളുടെ ഈ സംവാദവും ഈ പരിപാടിയും ഞങ്ങളിപ്പോ സ്റ്റേജുകളിൽ എല്ലായിടത്തും ഇത് പറയാനും തുടങ്ങിയപ്പോ മുജാഹിദിന്റെ ലാസ്റ്റ് കിട്ടിയ വിവരം, മുജാഹിദിന്റെ പ്രസ്സില് മൗലിദ് കിതാബുകൾ കുന്നുകൂടി കിടക്കുക. എന്തുകൊണ്ട്? ആളുകൾക്ക് കാര്യം തിരിഞ്ഞു, മുജാഹിദ് ഇതിൽ തിരിമറി നടത്തുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും തിരിമറി ഇല്ലാത്ത മൗലിദ് പ്രിന്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക്. അത് അച്ചടിച്ചപ്പോഴേക്കും തീരും ചെയ്തു നമ്മൾ അച്ചടിച്ചത്. അപ്പൊ മുജാഹിദിന്റെ പ്രസിന് ഇതിങ്ങനെ കുമിഞ്ഞുകൂടിയപ്പോ മുജാഹിദുകൾക്ക് അസ്വസ്ഥരായി. അതാണ് പുതിയ ദുഷ്പ്രചരണത്തിന്റെ കാരണമെന്നാണ് രഹസ്യ വിവരം. ഏതാവട്ടെ, ഞാൻ പറയുന്നത് മുജാഹിദുകൾ പറയുന്നത് പോലെ മൗലിദുകളൊക്കെ തള്ളപ്പെടേണ്ടതാണെന്നോ അസ്വീകാര്യമാണെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്ന CD-യിലുണ്ട്. നിങ്ങൾ എല്ലാവരും നിർബന്ധപൂർവം എന്ന് ഞാൻ പറയട്ടെ, അത് കേൾക്കുകയും വാങ്ങുകയും അത് കേൾപ്പിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുജാഹിദ് പറഞ്ഞിരുന്നു, നാടുകളിൽ ഇന്ന് നടക്കുന്ന മൗലിദുകളൊക്കെ വിദഗ്ധത്താണ്, അതിൽ വാദപ്രതിവാദം ചെയ്യണമെന്ന്. ഞങ്ങൾ പറഞ്ഞു അതിന് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് എന്താ അത് പറയാൻ കാരണം? നാടുകളിൽ പല ജാതി മൗലിദുകളുണ്ട്. കള്ളത്വരീക്കത്തുകാർ അവരുടെ ശൈഖുമാരെ കുറിച്ച് എത്ര മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഇപ്പൊ ഞങ്ങൾ ഉത്തരവാദിയാകണം നടക്കുവോ? നിങ്ങൾ നോക്ക്, ഇത് ഒരുപാട് മൗലിദ്. ഇത് കണ്ടോ, ഇതൊരു കള്ളത്വരീക്കത്തിന്റെ മൗലിദ, വിശദീകരിക്കാൻ സമയമില്ല. ഇതൊരു കള്ളശേഖിന്റെ മൗലിദ, ഇത് വേറൊരു കള്ളശേഖിന്റെ മൗലിദ, ഇത് വേറെ വടകര ശേഖിന്റെ മൗലിദ. ഇതെല്ലാം കൂടി പറയാൻ നല്ല രസ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് വേറൊന്ന്, ഇത് ശംസിയ തരീഖത്തിന്റെ മൗലിദ. ഇത് കണ്ടോ, ഇത് ആലുവ ശേഖിന്റെ മൗലിദ. എത്ര മൗലിദ്! ഞാൻ എല്ലാം കൂടി കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് ബാക്കി അവിടെ വെച്ചേക്കുക. അപ്പൊ മൗലിദ് കുറെ കള്ളത്തരീഖത്തുകാർ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കണം, അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഈ വ്യവസ്ഥക്ക് വരുന്നത്. ഞങ്ങൾ ബുദ്ധിയുള്ളവരാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ യാഥാർത്ഥ്യം ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ തിരിയുന്നുമുണ്ട്. അതുകൊണ്ടാ വല്ലപ്പുഴയില് സഹോദരന്മാരെ സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം ആ പേരിൽ പിന്നെ മുജാഹിദ് പണ്ഡിതന്മാര് ഇവിടെ ഞങ്ങൾ സുന്നി പണ്ഡിതന്മാര് മുജാഹിദിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനെ പിടിച്ചു കൊണ്ടുവരാൻ കഴിയാതിരുന്നത് അതുകൊണ്ടാ. അതിന്റെ യാഥാർത്ഥ്യമില്ല, ദുഷ്പ്രചരണമാകുന്നു. പിന്നെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഞാൻ മംഗലാപുരത്ത് പോയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ ഉണ്ട് നിങ്ങളെ വല്ലപ്പുഴയിൽ കുറെ മൗലവിമാര് വരുന്ന നോട്ടീസ് ഉണ്ട്. മംഗലാപുരത്തുണ്ട്, കാസർഗോഡ് ഭാഗത്ത് ഞാൻ കണ്ടു. ദീർഘയാത്രയിൽ പോയപ്പോ കാസർഗോഡ് കണ്ടു, മംഗലാപുരത്ത് കണ്ടു. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങളെ വല്ലപ്പുഴ പ്രസിദ്ധമായിട്ടുണ്ട്. എന്താ? സുന്നി പണ്ഡിതന്മാർ ഇതാ മുജാഹിദിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് ഈ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോസ്റ്റർ പതിച്ച് അങ്ങനെ കുറെ ആളുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും വന്നു കൂടി പിരിഞ്ഞു പോയി എന്നല്ലാതെ വല്ലപ്പുഴക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബിദ്അത്തിന്റെ ശർറിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ഞാന് ഇവിടെ വന്ന മൗലവിമാരുടെ ഇതിലേക്ക് കടക്കുകയാണ്. വിഷയത്തിന്റെ ഒരു ആമുഖം ഞാൻ ഇവിടെ പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇവിടെ വന്ന മൗലവിമാരിൽ ഒരുപാട് മൗലവിമാർ ഒന്നിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അവർ പറഞ്ഞത് ഞങ്ങൾ മുജാഹിദിലേക്ക് വരാനുള്ള കാരണം കിതാബിലുള്ളത് പറയുന്നവരാണ് മുജാഹിദുകൾ. അത് സുന്നിയായ കിതാബിലുള്ളത് പറയാൻ പറ്റൂല. സുന്നികൾ ഇന്ന് വിശ്വസിക്കുന്ന ആചാരങ്ങൾ, ആശയങ്ങൾ ഏതുണ്ടോ അതൊന്നും കിതാബിലുള്ളതല്ല. കിതാബിലുള്ളതൊക്കെ അതിനെതിരുള്ളതാകുന്നു. അതുകൊണ്ട് കിതാബിൽ ഞങ്ങൾ കണ്ടത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ മുജാഹിദിലേക്ക് വന്നത്.